സുപ്രധാനമായ ഒരു സ്ഥലമാണല്ലോ. കാരണം വിഴിഞ്ഞത്തിന്റെ വിദൂര ദൃശ്യം സാധ്യമാകുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ. അവിടുത്തേക്ക് സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ്? കാരണം ഒരു വശത്ത് കടല്, മറുവശത്ത് കര. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ആ തരത്തിൽ കൂടി സുരക്ഷ ഒരുക്കേണ്ടതുണ്ടാവുമല്ലോ. ഒരുപക്ഷെ ഡാൻ നിൽക്കുന്ന ക്യാമറയിൽ ആ പുലിമുട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ ദൃശ്യം കൂടി നമുക്ക് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഏതായാലും എനിക്ക് പിന്നിൽ പുലിമുട്ടിനോട് ചേർന്നാണ് ഈ കടലിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന നാവികസേനയുടെയും മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഒക്കെ ബോട്ടുകൾ ഉള്ളത്. അവർ ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇവിടെ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പമായിരുന്നു വ്യോമ നിരീക്ഷണവും അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പുലിമുട്ട് ഉൾക്കൊള്ളുന്ന ഭാഗത്തും തുറമുഖത്തിൻ്റെ അതീവ സുരക്ഷാ മേഖലയിലും ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കാണാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും കടലിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇവിടുത്തെ ഉയരമുള്ള എല്ലാ കെട്ടിടങ്ങൾക്ക് മുകളിലും പോലീസിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള ബൈനോക്കോളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൂരെ നിന്ന് ദൂരക്കാഴ്ചകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള പഴുതടച്ച സുരക്ഷ ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അകലെ എനിക്ക് ഈ പുലിമുട്ടിനപ്പുറത്ത് മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും പരിശോധനാ കപ്പലുകൾ, ബോട്ടുകളൊക്കെ സമീപത്ത് കൂടി ഇങ്ങനെ സദാസമയം മുമ്പോട്ട് നീങ്ങുന്നത് കാണാം. പക്ഷേ അത് ഇവിടെ നിന്ന് എത്ര കണ്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നറിയില്ല. അതിന് സമീപത്തൂടെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ എന്നത്തെയും പോലെ ഇന്നും വളരെ സാധാരണമായി തന്നെ മുമ്പോട്ട് പോകുന്നു എന്നതാണ് എടുത്തു പറയാനുള്ള കാര്യം. ഏതാണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏതാനും മിനിറ്റുകൾക്കകം, അതായത് ഈ നടന്ന് കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം പുലിമുട്ടിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുലിമുട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 7.5 മീറ്റർ ഉയരത്തിൽ അത് മുകളിൽ നമുക്ക് കാണാവുന്ന സ്ഥലം. അതിന് താഴേക്ക് 22 മീറ്റർ ആഴത്തിൽ പുലിമുട്ടുണ്ട്. 80 ലക്ഷം ടൺ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെ മനുഷ്യസാധ്യമായി എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഈ പുലിമുട്ടിൻ്റെ നിർമ്മാണം. 3.1 കിലോമീറ്ററിൽ തുടങ്ങി ഇപ്പോൾ 3.9 കിലോമീറ്ററിൽ പൂർത്തിയാക്കി 4.5 കിലോമീറ്ററിലേക്കുള്ള നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 5 അമ്മക്കപ്പലുകൾക്ക്, മദർഷിപ്പുകൾക്ക് ഒരേ സമയം ഈ വിഴിഞ്ഞത്തെ ബർത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യത്തെ മറ്റൊരു തുറമുഖങ്ങൾക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സവിശേഷമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തുറമുഖത്തിൻ്റെ 2ഉം 3ഉം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. 2028 അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അദാനി പോർട്ട് സർക്കാരിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. അതായത് 2045 മാത്രം പൂർത്തിയാകുമെന്ന് കരുതിയിരുന്ന തുറമുഖത്തിൻ്റെ 2ഉം 3ഉം ഘട്ട നിർമ്മാണം 3 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി. പ്രതിവർഷം 10 ലക്ഷം TEU കണ്ടെയ്നർ ശേഷി എന്നത് 45 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രാജ്യത്തെ ഏറ്റവും വാണിജ്യ പ്രാധാന്യമുള്ള ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുമ്പോൾ ഈ കമ്മീഷനിങ്ങിന് മുൻപ് തന്നെ 285 കപ്പലുകൾ വന്നു പോവുകയും 5,90,000 TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനും ഈ തുറമുഖത്തിന് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതായത് ഇത് കമ്മീഷനിങ്ങിന് മുൻപ് ഇതാണ് കാഴ്ചയെങ്കിൽ ഇനി അങ്ങോട്ട് വിസ്മയ കാഴ്ചകൾക്ക് വിഴിഞ്ഞവും കേരളവും രാജ്യവും ലോകവും വിഴിഞ്ഞത്ത് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ വളരെ ജിയോ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിന് മുമ്പ് വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണുകയാണ്. അവിടെ നിന്ന് പുലിമുട്ടിലേക്ക് എത്തുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും ഡാൻ, ആ പുലിമുട്ടിലും പ്രധാനമന്ത്രി അവിടെ എത്തുന്നുണ്ടോ? ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ ആവട്ടെ നമ്മുടെയും ശ്രദ്ധ. ഡാന്റെ ദൃശ്യങ്ങളിലേക്കും ഞങ്ങൾ മടങ്ങി വരാം. വിനോദുണ്ട് ഇതിന് മുമ്പായി ഈ മുല്ലൂരിൽ, അതായത് തുറമുഖ കവാടത്തിന് മുന്നിലായി വിനോദമുണ്ട്. വിനോദ്, അകത്ത് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിൽ അവിടെ ചില രാഷ്ട്രീയ പോര് പ്രകടമായി എന്നതാണ് നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ. അതായത് പ്രധാനമന്ത്രിക്ക് വേണ്ടി BJP പ്രവർത്തകരും മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ CPM പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിനിടയിൽ മുദ്രാവാക്യം വിളിച്ചു. ഈ ഉദ്ഘാടന ദിവസം പോലും രാഷ്ട്രീയ വിവാദം ചെറുതല്ല. നമുക്ക് ആ തർക്കങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വേദിയുടെ മുന്നിലായി ഇത്തരത്തിൽ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ അവരുടെ ഒരു കൂട്ട അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? അതോ അവരെല്ലാം ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു? എന്താണ് വിനോദ് അതിന് മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു ചിത്രം? സൈത്ത് 10,000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏറെക്കുറെ ആളുകൾ ഇതിനകം തന്നെ അകത്തേക്ക് പോയിട്ടുണ്ട്.
നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ വാഹനങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടമായി ഇവിടേക്ക് എത്തുകയും അവരെല്ലാം തന്നെ വളരെ മണിക്കൂറുകൾക്ക് മുൻപ് ഇതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഏവരെയും സംബന്ധിച്ച് വലിയൊരു ഉത്സവ പ്രതീതി, അങ്ങനെ ഒരു അവരുടെ മനസ്സിൽ വലിയ ആനന്ദമുണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് കരുതി, കാരണം പതിറ്റാണ്ടുകൾ ചർച്ച ചെയ്ത വിഷയമാണ് വിഴിഞ്ഞം. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ഈ ആയി രാജവംശത്തിന്റെ കാലം മുതൽ തന്നെ വിഴിഞ്ഞത്ത് തുറമുഖമുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. 8-ാം നൂറ്റാണ്ട് മുതലുള്ള സമയം, ആ സമയത്തൊക്കെ തന്നെ ഇവിടെ തുറമുഖമുണ്ട്. കൊടുങ്ങല്ലൂർ പോലെ വലിയ പ്രാധാന്യമുള്ള ഒരു ഇടമായിരുന്നു, വാണിജ്യ കേന്ദ്രമായിരുന്നു. പിന്നീട് എം.വി. രാഘവൻ ഈ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായി എത്തുന്നതോടുകൂടിയാണ് വീണ്ടും ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നത്. 95-ലൊക്കെയാണ് ഇത് വീണ്ടും വളരെ വലിയ ചർച്ചയായി ഉയർന്നു വരുന്നത്. ആദ്യം കുമാർ ഗ്രൂപ്പ് എന്ന ഒരു കമ്പനിയും, അത് ഹൈദരാബാദിൽ ഉള്ള ഒരു കമ്പനിയാണ്, അവരും അതോടൊപ്പം തന്നെ വെസ്റ്റ് ഫോർട്ട് മലേഷ്യ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ഇങ്ങനെ ഈ രണ്ട് കമ്പനികളുടെ കൺസോർഷ്യമാണ് ആദ്യം വിഴിഞ്ഞത്ത് ഈ പദ്ധതി പ്രവർത്തനത്തിന് വേണ്ടി ഒരു ധാരണാപത്രം, ഒരു MOU ഒപ്പുവെക്കുന്നത്. പക്ഷേ പിന്നീട് ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തെറ്റുകയും ഈ പദ്ധതി നടക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇതിന്റെ ഒരു രൂപരേഖയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ ജയകുമാറിന്റെയൊക്കെ നേതൃത്വത്തിൽ വിസിലിന്റെ ഏറ്റവും ഇവിടെ നിന്ന് 2024 വിരമിച്ച CEO ആയിരുന്നു, അദ്ദേഹത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കുന്നുണ്ട്, സ്കെച്ച്. ഇന്ന് കാണുന്ന തുറമുഖത്തിന്റെ മാതൃകയിലല്ല, ഈ ഫിഷിംഗ് ഹാർബർ കൂടി ഉൾപ്പെടുന്ന തരത്തിൽ, ആ സ്ഥലം കൂടി അക്വയർ ചെയ്യുന്ന തരത്തിലായിരുന്നു ആദ്യത്തെ ഒരു രൂപരേഖ ഉണ്ടായത്. പിന്നീടാണ് ഇപ്പോഴത്തെ മാറ്റം വരുത്തിയത്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പുണ്ടാകും സ്വാഭാവികമായും, അങ്ങനെ ഒരു ഹാർബർ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയാൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് മാറ്റിക്കൊണ്ടുള്ള ഒരു രൂപരേഖയിലേക്ക് പോകുന്നത്. പിന്നീട് VS-ന്റെ കാലത്ത് നമുക്കറിയാം, ലാൻകോ കൊണ്ടപ്പള്ളി, അതോടൊപ്പം തന്നെ സൂം ഡെവലപ്പേഴ്സ്, ഇങ്ങനെ രണ്ട് കമ്പനികൾ വരുന്നുണ്ട്. ഈ ബിഡ് എന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി കോടതിയിൽ പോവുകയും പിന്നീട് അത് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഈ ചൈനീസ് കമ്പനിയുടെ ഒരു ഓഹരി ഈ വന്ന കൺസോർഷ്യത്തിൽ ഉണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം കൂടി ഒരു വശത്ത് ഉയർന്നു വരുന്നു. അങ്ങനെ ആ പദ്ധതിയും നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഈ 2013 അദാനി ഗ്രൂപ്പുമായുള്ള ചർച്ചകൾ നടക്കുകയും ഇതിന്റെ ഒരു ഉദ്ഘാടനം എന്ന നിലയിലേക്ക്, തറക്കല്ലിടൽ എന്ന പരിപാടിയിലേക്ക് പോവുകയും ചെയ്തത്. പിന്നീട് പിണറായി സർക്കാർ വരുന്നുണ്ട്. വളരെ വലിയ പ്രതിസന്ധികളാണ് പിണറായി സർക്കാരിന് ഇത് നേരിടേണ്ടി വന്നത്. ഈ പ്രളയം, ഓഖി, അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, 140 ദിവസത്തോളം നീണ്ട സമരം, കരിങ്കല്ലിന്റെ ക്ഷാമം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇച്ഛാശക്തിയോടുകൂടി സൈത്ത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു രാഷ്ട്രീയവും ചർച്ചയും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാ നേതാക്കൾക്കും അതിൻ്റെതായ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. തറക്കല്ലിടാൻ ഉമ്മൻചാണ്ടി കാണിച്ച ആർജവം, അതിനുശേഷം ഇത് വലിയ പ്രതിസന്ധികൾക്കിടയിലും തടസ്സമില്ലാതെ ഇച്ഛാശക്തിയിൽ മുന്നോട്ട് കൊണ്ടുപോയ പിണറായി വിജയൻ, ആ തരത്തിലൊക്കെ തന്നെ ഈ രണ്ട് നേതാക്കൾ, അതിനു മുൻപ് ഇവരുടെ പൂർവികർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി ഈ കാര്യത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത നേതാക്കളുണ്ട്. അത് M.വി. രാഘവനാകട്ടെ, VS ആകട്ടെ, അങ്ങനെ പല നേതാക്കളുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാരണം പലപ്പോഴും കേന്ദ്രത്തിൽ തട്ടി ഈ പദ്ധതി മുടങ്ങിയ സാഹചര്യമുണ്ട്. പല അനുമതികൾ, പാരിസ്ഥിതിക അനുമതി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു, വിവിധ ഏജൻസികളുടെ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു. ഈ അനുമതികളൊന്നും തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി വേണം, കാരണം ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ പല പല വിഷയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നേടിയെടുത്തത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്താണ്. അങ്ങനെ കേന്ദ്രം കൈയച്ച് സഹായിക്കുക, അല്ലെങ്കിൽ ഒരു വികസന പദ്ധതിയെ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. കേരളം അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. ഇതിൽ എത്രമാത്രം രാഷ്ട്രീയം പറഞ്ഞാലും നമുക്ക് ഒരു പൊതുജനം എന്നുള്ള നിലയിൽ, ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഇതെല്ലാം അവർ പറയുമ്പോഴും ഇവരുടെ എല്ലാ ഗുണം, ഈ പാർട്ടികളുടെ എല്ലാം ഗുണം ഇതിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് എല്ലാ പാർട്ടിക്കാർക്കും നൽകാനും കഴിയും.